ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നന്നായി പ്രാർത്ഥിച്ചിരുന്ന കാർന്നോമാര് വയസ്സാകുമ്പോൾ ചിലപ്പോൾ സിസ്റ്റേഴ്സും അച്ഛന്മാർ പോലും വയസ്സായി അവരുടെ ചിന്താമണ്ഡലങ്ങളൊക്കെ ശൂന്യമായി തുടങ്ങുമ്പോൾ അപൂർവം ചിലർ മാത്രമാണ് ഈശോയെ, എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് മരണത്തെ പുൽകുന്നത്. പലരുടെയും വായിൽ നിന്ന് വേണ്ടാത്ത വാക്കുകളും തെറിയും അസൂയയും കുശുമ്പും ഒക്കെ നിറഞ്ഞ വാക്കുകളും ഒക്കെ ആയിരിക്കും വരുന്നത്. സമാധാനപൂർണമായ മരണം അതെത്ര ആഗ്രഹിച്ചാലും ചിലർക്ക് കിട്ടണമെന്നില്ല. ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും നല്ല ആഹാര സാധനങ്ങൾ വായിലേക്ക് വെക്കുമ്പോൾ കഴിക്കാൻ തോന്നുകയില്ല. നല്ല നല്ല തുണിത്തരങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും വയസ്സായവര് ആ പഴയതും അവർക്ക് സുരക്ഷിതമെന്ന് തോന്നുന്നതും മാത്രം എടുത്ത് അണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവിതത്തില് അന്ന് വരെ അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം അനിശ്ചിതത്വവും അനാഥത്വവും സുരക്ഷിതത്വമില്ലായ്മയും ഒക്കെ അവരനുഭവിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ മമ്മി 86 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരമ്മ, ഇന്നും മുടങ്ങാതെ 3 മണിക്കും 5 മണിക്കും ഒക്കെ ബൈബിള് പ്രാർത്ഥിച്ച് സായാഹ്ന നമസ്കാരം എത്തിക്കുന്ന അമ്മ. പക്ഷേ ചെറിയൊരു കാരണം, ഒരു സീരിയലിലോ ഒരു വാർത്തയിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അപകട സൂചന കണ്ടാൽ പിന്നെ അമ്മ ആ ഒരു കാര്യം ചെയ്യുകയില്ല. ഈ അടുത്ത കാലത്ത് ഒരു സീരിയലില് മൊബൈലിന്റെ ചാർജറിൽ എന്തൊക്കെയോ കൃത്രിമം കാണിച്ച് ഒരാൾക്ക് ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു ദൃശ്യം അവതരിപ്പിക്കുകയുണ്ടായി. അതന്ന് കണ്ടതിന് ശേഷം ഇന്ന് വരെ എൻ്റെ മമ്മി മൊബൈൽ ചാർജ് ചെയ്തിട്ടില്ല. ആ ചാർജർ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറയും, മോളെ ഇതൊന്ന് ചാർജ് ചെയ്ത് തരണം, എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, ആകെ 2 പേര്, ഞാനും മമ്മിയെ നോക്കാൻ നിൽക്കുന്ന പെൺകുട്ടിയും മമ്മിയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇവിടെ പോലും ഒരു സുരക്ഷിതത്വം ഇല്ലെങ്കിൽ മമ്മി എങ്ങനെയാണ് ഉറങ്ങുന്നത്? അത് കേട്ടപ്പോഴും മമ്മിക്ക് ദേഷ്യം വന്നു. മമ്മിക്ക് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന്. എനിക്ക് അത്ഭുതം തോന്നി. നമുക്ക് ബോധമുള്ളപ്പോൾ എത്ര പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ ദൈവത്തെ ആവാഹിച്ച് കുടിയിരുത്തിയാൽ മാത്രമേ നമുക്ക് വയസ്സാകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തോട് കൂടിയായിരിക്കാൻ, ദൈവചിന്തയിലായിരിക്കാൻ നമുക്ക് കഴിയുക. എനിക്കോ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കോ വാർദ്ധക്യം വരുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുമെന്നോ എന്ത് ചിന്തിക്കുമെന്നോ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ വചനത്തിലൂടെ പറഞ്ഞു വെച്ചത്, നരം ബാധിക്കുമ്പോഴും ഞാൻ നിന്നെ പരിപാലിക്കുമെന്ന്. കാരണം അവനെ ഓർക്കാൻ നമുക്ക് മനസ്സ് വന്നില്ലെങ്കിലും, അവനെ ഓർക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും എന്നുള്ള ഉറപ്പാണ് അവിടുന്ന് നമുക്ക് തരുന്നത്. പറഞ്ഞിട്ടുണ്ടല്ലോ വചനത്തിലൂടെ, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന നല്ല ദൈവം, നരബാധിക്കുമ്പോൾ പോലും നമ്മളെ കരുതുന്ന നല്ല ദൈവം. അതുകൊണ്ട് നമുക്ക് ബോധമുള്ള, ബുദ്ധിയുള്ള, മനസ്സുറപ്പുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള സമയത്ത് നമുക്ക് ഈശോയോട് കൂടെയായിരിക്കാൻ, ഈശോയുടെ സ്നേഹം നുകരാൻ, ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ, ഈശോയുടെ കാരുണ്യത്തിൻ്റെ തണലിൽ താഴ്മയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.